ഹലോ, ആരാ? ആ എടുത്തു. സംസാരിക്കേ. ആ സ്പീക്കറിലിടാം. ഞാൻ അനുപല്ലവി, കളക്ടർ മാഡത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ. എന്താ കാര്യം? മാഡം കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. പക്ഷെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ തിരക്കിലായിരുന്നോ ഞാൻ പറഞ്ഞേ. എനിക്ക് എൻ്റെ കാര്യത്തിൽ തിരക്കാൻ പറ്റില്ലേ? എന്താ വിളിച്ച കാര്യം പറ. സാർ മാഡത്തെ ഒന്ന് വിളിക്കണം. മാഡത്തിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടർക്ക് ഇല്ലേ? ഹലോ വിഷ്ണുട്ടാ, ഞാൻ വിളിച്ചത് വലിയൊരു അപകടം നിങ്ങളുടെ കുടുംബത്തിന് മേലെ വരുന്നുണ്ടെന്ന് പറയാനാ. ഫോൺ എടുക്കാത്തത് കൊണ്ടാ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചത്. ഇപ്പൊ സംഭവിക്കുന്ന അപകടങ്ങൾ വെച്ച് നോക്കുമ്പോ ഇനി എന്ത് വന്നാൽ എന്താ? വിഷ്ണുട്ടാ, അങ്ങനെ ലാഘവത്തോടെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ലത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ചതി നടന്നിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം, പക്ഷേ അത് ഫോണിൽ കൂടെ വേണ്ട. വിഷ്ണുട്ട് എന്റെ ഓഫീസിലേക്കൊന്ന് വരണം, അല്ലെങ്കിൽ ഒരു സ്ഥലം പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഹലോ 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 എന്താ മാഡം, സാറ് വരുമോ? വരും. പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വരും, വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഇത്രയും ഗൗരവത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് കാര്യം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നാളും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ. ഇനി അല്പം താമസം എടുക്കും പഴയ രീതിയിലേക്ക് ആവാൻ. ആ ഒരു താമസത്തിന്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത്. വിഷ്ണുട്ടാ, രോഹിത് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഈ ഉപേന്ദ്രൻ അതാരാ? ഇതൊക്കെ ചോദിക്കാൻ നീയാരാ? ഇതൊക്കെ എന്റെ കുടുംബകാര്യാ. എന്റെ കുടുംബക്കാരങ്ങനെ പല ബിസിനസ്സും ചെയ്യും. അതെല്ലാരോടും പറയേണ്ട കാര്യം എനിക്കില്ല. നിനക്ക് മറ്റെന്തെങ്കിലും പറയണ്ടോ? ഇത് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെയാ മറ്റെന്തെങ്കിലും പറയുന്നേ?
ഈ രോഹിത്തും ഉപേന്ദ്രനും ചേർന്ന് തുടങ്ങിയ ബിസിനസ്സിൽ ഈടായി നൽകിയിരിക്കുന്നത് നമ്മുടെ വീടാണ്. എന്ത്? നമ്മുടെ വീടോ? ഏത് നമ്മുടെ വീട്? നമ്മുടെ വീടല്ല, എന്റെ വീട്. മനസ്സിലായ? എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്. അല്ല, ഇത് ചോദിക്കാനാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞങ്ങളുടെ വീടേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതിന് നിനക്കെന്താ പ്രശ്നം? ഓ, നിന്റെ അനിയത്തി അവിടെ താമസിക്കുന്ന അധികാരത്തിലായിരിക്കും നീ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലേ? എങ്കിൽ കേട്ടോ, ഞങ്ങളുടെ വീടേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിനക്കെന്താ? ചിലപ്പോ ഞങ്ങളതെല്ലാം കൂടി പൊളിച്ചിട്ടെ അവിടെ കുളം കുത്തും. എന്നിട്ടേ അവിടെ ചില പൊടിമീനുകളെ കൊണ്ടിട്ട് വളർത്തും. അത് ഞങ്ങളുടെ ഇഷ്ടാ. എന്താ നിനക്കതിന് പറയണ്ടോ? ഓ, ഒരു കാര്യം ചോദിച്ചു വന്നിരിക്കണു. ഞാൻ പോവാ. എനിക്ക് വിഷ്ണുട്ടാ, എങ്ങോട്ടാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട് വരെ അങ്ങ് പോവും. എന്താ പറഞ്ഞേ? ആ വീട് വരെ കൈവിട്ട് പോവെന്ന്. താമസത്തിന്റെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് സത്യാ. നിങ്ങൾക്ക് താമസിക്കാൻ വേറെ വീട് നോക്കേണ്ടി വരും. മനസ്സിലായില്ല. കാട്ടിൽ കയറി മരം മുറിക്കാനുള്ള ലൈസൻസ് ഒപ്പിക്കുക. എന്നിട്ട് അനധികൃതമായി പരിസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അനുമതി തരാത്ത മരങ്ങൾ വെട്ടുക. കുടുംബക്കാര് നടത്തിയ ബിസിനസ് ഇപ്പൊ വലിയ തലവേദനയായിരിക്കാം സർക്കാരിന്. പരിസ്ഥിതി പ്രവർത്തകർ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതിയിലെത്തിയ നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതായത് സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോടതിയിൽ കേസ് പോയാൽ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും. കരാർ ഒപ്പിട്ടിരിക്കുന്നത് രോഹിത്തും ഈടായി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്വത്തും ആവുമ്പോ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളിൽ മാത്രമാ. രോഹിത്തായി ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? അതവൻ തന്നെ തീർത്തോളും. അവനായിട്ട് തീർത്തു തരുമെന്ന് പറയുന്നതേ നിങ്ങളുടെ സ്വത്തുക്കളും മൊത്തമായി സർക്കാരിലേക്ക് കണ്ടുവിട്ടുമെന്നാ ഉദ്ദേശിക്കുന്നത്. കുടുംബക്കാർ വഴി ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഓർത്തില്ല അല്ലേ? അവൻ ചതിയനായിരിക്കും, സമ്മതിച്ചു. പക്ഷേ അവൻ ചതിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് നീ എന്റെ മുമ്പിലാടിയ നാടകങ്ങളാ. അത് വന്ന് തറച്ചതേ എന്റെ ഈ ചങ്കില. ഇനി എന്റെ ജീവിതത്തിലെ നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. എന്നെ വിഷ്ണുവേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്നൊരൊറ്റ സങ്കടം എനിക്കുള്ളൂ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. വീണ്ടും നീ എന്റെ മുമ്പിൽ നാടകം കളിക്കുക. നീ, നിന്റെ അമ്മ, നിന്റെ അനിയത്തി, എല്ലാവരും എന്റെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങളാ. എന്തിനാടി ആ കുട്ടികളുടെ മുമ്പിൽ വരെ നീ കാണിച്ച് തരം താഴ്ന്ന വൃത്തികേടല്ലേ? എന്തിനാടി നിങ്ങൾ ഇങ്ങനെ കുടുംബത്തോടെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്നേ? എന്ത് പുണ്യം കിട്ടാനാ ഇത്രയും നുണകൾ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നേ? വിഷ്ണുട്ടൻ എന്തൊക്കെയായി പറയാ? അങ്ങനെ നീ എന്നെ വിളിക്കരുത്. ഞാൻ നിന്നെ വെറുക്കുന്നത് പോലെ ലോകത്തൊരാളും നിന്നെ വെറുക്കുന്നില്ല. കാരണം നീ ശരിയല്ല. നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ. മനസ്സും ശരീരവും മറ്റുള്ളവർക്ക് നൽകിയിട്ട് വീണ്ടും എന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വരാൻ നിന്നെ എന്റെ പേരിട്ടാണ് വിളിക്കട്ടെ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തോടെ നിൽക്കുക. മറ്റുള്ളവർക്ക് സ്വസ്ഥത സമാധാനം കിട്ടുമല്ലോ. നിന്റെ ഒക്കെ കുടുംബം തന്നെ നോക്ക്. നിന്റെ അമ്മയുടെ കൂടെ നിന്റെ അച്ഛൻ ജീവിക്കാറുണ്ടോ? ഇല്ല, ജീവിക്കില്ല. ജീവിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കില്ല. നീ ഡൽഹിയിലായപ്പോ നിന്റെ ഒപ്പം കൂടിയല്ലേ സത്യ അച്ഛനാന്ന് പറഞ്ഞ് നീ ഇപ്പൊ കൊണ്ടിറക്കുന്നേ അല്ലേ? അവന്റെ കൂടെ ചേർന്നിട്ട് എന്തൊക്കെ കള്ളത്തരവാടി നീയൊക്കെ ചെയ്തു കൂട്ടിയേ. തുടരുത് നീ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നതിന് ഭേദം വല്ല കുളത്തിലോ ആറ്റിലോ പോയി ചടിച്ചാവണതാ. അല്ലേ കുറച്ച് വിഷം കഴിക്കേ.
ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനും ഭേദം അത് തന്നെയാണ് നല്ലത്. എനിക്ക് ശബ്ദം ഫോണിൽ വരുന്ന പോലെ അലർജിയാ. വിളിക്കരുത്. പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാ. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികളുണ്ടാവില്ല. സമയം ഒരുപാടായല്ലോ. രോഹിത് ഇന്ന് ഹോട്ടലിൽ പോകുന്നില്ലേ? ആ, ഇന്നൽപ്പം വൈകിയേ പോകുന്നുള്ളൂ. ഈശ്വര, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവോ, വായിച്ചിട്ടുണ്ടാവോ? ഏത് ശപിക്കപ്പെട്ട നേരത്താണ് ദൈവമേ എനിക്കിത് എഴുതാൻ തോന്നിയത്? ആരും ഇത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതെടുത്ത് ഇവിടെ വെക്കാൻ വഴിയില്ല. ആരായിരിക്കും? ആർക്കായിരിക്കും ഈ കത്ത് കിട്ടിയിരിക്കുക? രോഹിത്തിനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ജീവിതം തീർന്നു. എന്താ ശ്യാമേ, സുഖമില്ലേ? അല്ല, മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? ഇല്ല രോഹിതേ, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കാണോ കുഴപ്പം? എന്റെ കണ്ണുകൾക്കാണോ കുഴപ്പം? രോഹിത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്താ വിയർക്കുന്നേ? അത് വല്ലാത്ത ചൂട്. റൂം തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. തൂത്തുടച്ച് വൃത്തിയാക്കേണ്ടതേ റൂമല്ല, ഓരോരുത്തരുടെയും മനസ്സാ. ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ദുഷിച്ച ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പുറമെ എത്ര ചിരി വരുത്താൻ ശ്രമിച്ചാലും അത് മുഖത്ത് പ്രതിഫലിക്കും.
ഞാനിപ്പോ നിന്റെ മുഖത്ത് കാണുന്നതും ആ ഒരു ഭാവമാ. നീ എന്തെങ്കിലും എന്നെ ഒളിപ്പിക്കുന്നുണ്ടോ? ഏയ് ഇല്ല രോഹിത്തെ, രോഹിത്തിന് തോന്നുന്നതാ. ഞാൻ പോട്ടെ. ശരിയായിരിക്കാം, എല്ലാം എന്റെ തോന്നലാ. അങ്ങനെ ആകണേന്ന് പ്രാർത്ഥനയില്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ചതി കിട്ടി കടന്നു വന്നവനെ മറ്റൊരു ചതി മനസ്സിലാക്കാൻ അതിന്റെ ബാലപാഠം നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രോഹിത് എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഉള്ളിൽ കള്ളം ഉള്ളതുകൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. തെറ്റ് അത് നീ ചെയ്തിട്ടുണ്ടോന്ന് നീ തന്നെ മനസ്സിലിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ തെറ്റിന്റെ ആഴം ഒന്ന് അളക്ക്. അപ്പൊ മനസ്സിലാവും ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീക്ക് നിന്റെ മുഖവുമായിട്ട് സാമ്യമുണ്ടോന്ന്. നീ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. രോഹിത് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുറച്ച് പണി ഒതുക്കാനുണ്ട്. എടി, ഇനി എന്തൊതുക്കാൻ? ഇത്രയും കാലം ഒരേ മനസ്സ് ഒരേ ചിന്തമേ ഒപ്പം നിന്ന് എന്നെയാ നീ ആദ്യം ഒതുക്കി ഒരിടത്ത് ഇരുത്തിയത്. പിന്നെ എന്റെ ഒപ്പം നിന്ന എന്റെ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയുന്ന എല്ലാവരെയും നീ ഒതുക്കി. നീ ആടി പെണ്ണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ പെണ്ണിനോളം കഴിവ് വേറെ ആർക്കും ഇല്ലെന്ന് നീ മൂലം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇത്രയൊക്കെ ചതി എന്നോട് കാണിക്കാൻ എന്ത് തെറ്റാടി ഞാൻ നിന്നോടൊക്കെ ചെയ്തത്? നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറ, എന്തിനായിരുന്നു എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തെന്ന്? രോഹിത്തിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അത് വെച്ചോണ്ടാ രോഹിത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എവിടെ കഴി തിരക്കിട്ട് പോന്നേ? തന്ന് എന്നെ അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും അന്തസ്സുണ്ടായിരുന്നല്ലോ. നീ ആണും പെണ്ണും കെട്ടവനെ പോലെ ജീവിപ്പിച്ചില്ലേ എന്നെ? ലോകത്തിൽ ഏതെങ്കിലും ഒരു ആണു സഹിക്കോടി? ചതിയും വഞ്ചനയും മാത്രമല്ലല്ലോ നീ എന്റെ അടുത്ത് കാണിച്ചത്. എന്റെ ജീവനായി എല്ലാം ഞാൻ സ്വന്തം എന്ന് കരുതി താലോലിച്ച് കൊണ്ടുവന്നതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എന്റേതല്ലാതാക്കിയില്ലേ? എടി, എങ്ങനെയാടി ഞാനിതൊക്കെ ക്ഷമിക്കുന്നേ? എങ്ങനെയാ കിടന്നാൽ എനിക്ക് ഉറക്കം വരിക? ആത്മഹത്യ ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാ ഇപ്പൊ ഈ കടന്നു പോകുന്നത്. ചതിയും വഞ്ചനയും മാത്രമല്ല, എന്റെ വിശ്വാസങ്ങളെ കൂടിയാ നീ ഇവിടെ ഒരു തുണ്ട് പേപ്പറിൽ തകർത്തെറിഞ്ഞത്. അത് ഞാൻ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എഴുതി പോയതാ. ഇതില് സത്യമല്ലെന്നായിരിക്കും അല്ലേ? നീ നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് നീ ഇനി ന്യായീകരിക്കരുത് ശ്യാമേ. എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരാളാ നിന്റെ മുമ്പിൽ ഈ നിൽക്കുന്നത്. ഇനിയും നീ എന്റെ മുമ്പിൽ നിന്ന് നാടകം ആടരുത്. ആടിയാൽ എന്റെ കൺമുമ്പിൽ നിന്ന് നീ ജീവനോടെ പോകില്ല.
എന്താടി ഇതൊക്കെ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്കുക. എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കൊച്ചാണെന്ന് പറഞ്ഞ് വളർത്തുക. ഇതിന്റെയൊക്കെ ചതിന്നല്ലാതെ പിന്നെ മറ്റെന്ത് വാക്കടി പറയുക?